ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. അതിൻ്റെ പിറന്നാൾ മാർച്ച് 23 എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റായിരിക്കാം വാങ്ങിക്കുന്നത്. ഇത് ജേണൽ കിറ്റാണ്. ഫ്ലിപ്കാർട്ടിനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 349 ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പണിയാണ്. ഞാൻ വലിച്ച് പൊട്ടിച്ച് ഇത് സാധനം കാത്തിരുന്ന് ഓർഡർ ചെയ്ത സാധനം ചെറുതായി ചെറുതായി പോയി. അപ്പം ഇതാണ് നമ്മൾ കാത്തിരുന്ന് ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിക്കണേ, പൊട്ടിക്കട്ടെ. വിചാരിച്ച പോലെ ഇത് ഭയങ്കര ചെറുതാണ്. ഈ ഒരു കൈൻ്റെ ഈ ഒരു വിരൽ തൊട്ടത് ഇതുവരെ ഉള്ളൂ. ഇതിൻ്റെ വലിപ്പം ഭയങ്കര ചെറുതാണ്. എന്നാലും മിനി ജോൺ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ സാധനമാണ്. പക്ഷെ ചെറുതാണെന്ന് എഴുതാം. ഇത്ര വലിപ്പമുള്ളൂ. ഇത്ര വലിപ്പമുള്ള ആ നോട്ട്ബുക്ക് ഞാനിതൊന്ന് ഓപ്പണിങ് ചെയ്യട്ടെ. അപ്പം അതൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോക്സ്. ഇങ്ങനെ ബോക്സ് ചെയ്യും. അടിപൊളി ഒരു അടപ്പ് വരുന്നുണ്ട്. ഇനിയാണ് സാധനം. ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു നോട്ട്ബുക്ക് വരുന്നു. അടിപൊളി. പിള്ളേർ ഓർഡർ ഇതൊക്കെ ഹെച്ചിന് മിനിയാണ്. ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബാക്കം കവർ ഇടുന്ന പോലത്തെ ഒരു കവറാണ്. ഫുൾ ഒരു പർപ്പിളായിട്ടുള്ള ബുക്കാണ്. മെയിൽ നോട്ട്ബുക്ക് എന്നാണ് പറയുന്നത്. ഇത് ഫുൾ ചെക്ക്ഡ് ആയിട്ടുള്ള ബുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് എൻ്റെ ബാക്കിൽ വരുന്നത്. ഇതിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടൊരു കവറാണ് കേട്ടോ. ഓപ്പണിംഗ് ചെയ്ത് നമ്മളെ ബുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ മെയിൽ നോട്ട്ബുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഇതൊന്ന് വാങ്ങി നോക്കുക കേട്ടോ. ഇങ്ങനെ ചെക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് പേജാണ്. ഫസ്റ്റ് ഒരു വൈറ്റ് പേജ്, പിന്നെ ചെക്ക്ഡ് ആയിട്ട് 286 ഷീറ്റാണ് ഇത് വരുന്നത്. ഭയങ്കര സംശയം ഇത്രേ ഉള്ളൂ ആ ബുക്ക്. പിന്നെ ഇതുപോലത്തെ ഒരു അടിപൊളി ബാക്ക് കവറാണ് വരുന്നത്. അതിനുശേഷം മിനി എൻവലപ്സ് ആണ് വരുന്നത്. പിന്നെ 2 എൻവലപ്സ് ആയിരുന്നു. അത് ഉള്ളിലൊന്നുമില്ല കേട്ടോ, പ്ലെയിനാണ്. സർക്കാർ കിട്ടില്ല. ഉള്ളിലൊന്നുമില്ലാത്ത 2 എൻവലപ്പ്. നമുക്ക് അതിന് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ കൊടുക്കില്ല. ഇത്രയും ദിവസം നമ്മൾ വേദിക്ക് കൊടുക്കും. എന്നിട്ട് 2 എൻവലപ്പ് വരുന്നുണ്ട്. സോ ഗായ്സ്, ഞാൻ കാത്തിരുന്നതിൻ്റെ അടുത്ത ഐറ്റംസ് ഒക്കെ അടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇത് തന്നെ പോകാം. പിന്നെ ഒരു 2 മെമോ പാഡാണ് കേട്ടോ വരുന്നത്. സ്ഥലമൊക്കെ ഞാൻ ചെയ്തിരുന്നു. സോറി, 2 അല്ല 3 മെമോ പാഡാണ്. ഒരു മെമോ പാഡ് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് നമുക്ക് പുതുക്കി തുറന്നിട്ട് വരുന്നില്ല. ഇങ്ങനത്തെ സാധനം തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു മെമോ പാഡാണ്. വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഒന്നും കൂടി ഒരു ഇതായിട്ടാണ്. കുറച്ച് വലിപ്പം ഉണ്ടാവുന്നായിരുന്നു. ഇതൊരു പേപ്പർ പോലെയാണ്. ഇതൊരു 20 ടോട്ടൽ. ഇത് 3 സെറ്റാണ്. 10 ഉണ്ട്. ഇതൊരു 20 കേട്ടോ ഇതിന്. അപ്പോൾ അതൊരു മൂണിനൊക്കെ മുകളിൽ വരുന്നത്. എന്താ ചന്ദ്രൻ ഉണ്ടാപ്പോൾ ഉണ്ടാവണത് അമാവാസി പൗർണമി എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ട്. അതാണ് ഫസ്റ്റത്തെ സാധനം. രണ്ടാമത്തെ ഈ ഒരു ഡേറ്റ് ഇഷ്യൂ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എടുക്കും. ബാക്കി 2. ഇതാണ് രണ്ടാമത്തെ ഡേറ്റ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ഇടാനുള്ള കുറച്ചുണ്ട്. അതിന് ശേഷം വരുന്നത് ഇതാണ്. ഇതൊക്കെ ഈ ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സാധനമാണ്. ജേണലിൽ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ഇതിൽ പിന്നെ വരുന്ന 2 അടിപൊളി വാഷി ടാപ്പ്. ഞാൻ വിചാരിച്ചു കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടാവുമെന്ന്. തീരെയില്ല. പക്ഷേ വാഷി ടാപ്പൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒറ്റ കണ്ടുപിടിക്കാനായിരുന്നു കുറച്ച് പണി. ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതാണിപ്പോൾ നമ്മളെ പേപ്പർ വാഷി ടാപ്പാണ് കേട്ടോ. വാഷി സ്റ്റിക്കർ അടിപൊളിയാണ്. നമുക്ക് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഒന്ന് പ്ലെയിൻ ബ്ലൂവും പിന്നെ ഇത് കോട്ടായിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഇത് അടിപൊളിയായിട്ടുള്ള കുറച്ച് പോളറോയിഡ് പോലത്തെ പിക്ചേഴ്സ് വരുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ഓപ്പൺ ചെയ്യുന്നതാണ് കൺഫ്യൂഷനായി. ഇവിടെ തന്നെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പണിങ് ചെയ്ത് നോക്കാം. ഇതിൽ 346 പീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു 10 എണ്ണമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഒരു പോർഷൻ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഇതുപോലെ തന്നെയൊക്കെ നമുക്ക് ഉള്ളിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതിലെന്തൊക്കെ ഉണ്ട് കാണിക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഒന്ന് ഇതാണ്. പിന്നെ ഇത് ഈ ഒരു ക്യാറ്റ്സ് ഉള്ളത്. പിന്നെ 3 അടിപൊളി ഐറ്റംസ്. അയ്യോ, ഇത് കിട്ടണമില്ല. ഒരു പപ്പിയുടെയും പിന്നെ ഒരു ബട്ടർഫ്ലൈ, പിന്നെ ഇതാ കീപ് ദ സ്മൈൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്.
അതിനുശേഷം ഇത് രണ്ടുമാണ്. ഇത് പിന്നെ അതിൻ്റെ കൂടെ വരുന്ന സാധനം കേട്ടോ. ഇവിടെ നമുക്ക് കട്ടിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇതും കട്ട് ചെയ്യാനുള്ളത് തന്നെയാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. പിന്നെ ഇത്ര ഐറ്റംസ് ഇനിയും ഉണ്ട്. ഇതെന്തോ ഒരു കീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എഴുതി എനിക്ക് മനസ്സിലാവണില്ല. കീപ്പ് സ്മൈലിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെയിലി പ്രീമിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. വാ ഗായ്സ്, ധാരാണ് ചന്ദ്രനിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒന്നുണ്ട്. അയ്യോ ഒടിഞ്ഞു പോയി. പിന്നെ ഇതും കട്ടിങ് ചെയ്യാം. ഹാവ് എ ഗുഡ് ടൈം ഓഫ് സത്യമാണ് ഗൈസ്. പിന്നെ ഒരു കോട്ടുള്ള കുറച്ചുണ്ട്. പിന്നെ ഇതൊക്കെ ഇതിപ്പോൾ ഫുള്ള് കാണിക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി ഇതെന്താണാവും. ഇതൊക്കെ സ്വർഗത്തിലെത്തി ഗൈസ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നമുക്ക് കോട്ട് എഴുതാനൊക്കെ വേണമെങ്കിൽ എഴുതുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ മൈ ഫേവറേറ്റ് ഇതിൽ വൺ ഹലോ എന്നുള്ള ഒന്നാണ്. പിന്നെ ലാസ്റ്റ് വൺ പർപ്പിൾ തീമുള്ള വേറൊരു ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇപ്പോൾ ഈ ഒരു ചെറിയ സെറ്റിലുള്ള. പിന്നെ ഇനി ഗായ്സ് മിനി സ്റ്റാമ്പാണ് വരുന്നത്. ഈ മിനി സ്റ്റാമ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞങ്ങൾക്ക് ഇതിന് 31 ഉണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്, എനിക്കറിയില്ല. അടിപൊളിയായിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നോക്കി ഇത്രയും മിനി ആയിട്ടുള്ള എനിക്ക് അറിയില്ല എങ്ങനെ ഒട്ടിക്കാൻ നോക്കട്ടെ. അത് ഈ ഒരു പാക്കത്ത് ഈ ഒരു സാധനം സ്റ്റിക്കറാണ്. ഇങ്ങനെ പറിച്ചാൽ ഒട്ടിക്കാൻ പറ്റും ഗോയ്സ്. ഫുൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ കിട്ടി. ഇതിൽ പല പല ഇമേജസ് വരുന്നു. 31 സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ അതിന് ശേഷം വരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. ഇതിങ്ങനത്തെ കുറച്ച് ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനുള്ളതാട്ടോ. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. അതിന് ശേഷം ഇത് കുറച്ച് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസാണ്. വാൾ പോസ്റ്റേഴ്സ് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുള്ളൊരു പർപ്പിളാണ്. പർപ്പിൾ തീമിലായിട്ട് ഒന്നായതുകൊണ്ടാവും ഫുൾ പർപ്പിൾ. പിന്നെ പർപ്പിൾ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു പർപ്പിൾ സീറോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടൊന്നുണ്ട്. പിന്നെ ഇതെന്താ അത് തീരില്ലാത്ത വലിയ അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അതെന്തോ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കറാണ് കേട്ടോ. ബുള്ളറ്റ്സ് പോലെ പറിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന പോലത്തെ ട്രാൻസ്പെറൻറ്റ് കൊറിയാണ് തോന്നുന്നു. അങ്ങനത്തെ ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു 2 എണ്ണമാണ് ഇപ്പോൾ തോന്നുന്നു. പിന്നെ ഇതുപോലത്തെ കുറച്ച് പേപ്പർ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ പേപ്പർ സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്ക്വയർ. അയ്യോ ഇത് തീരുന്നത് വരെയത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കോട്ട് ഇടും. ഇനി വരുന്ന കുറച്ച് വാൾ പോസ്റ്റേഴ്സാണ് കേട്ടോ. സ്ക്വയറിലുള്ള വാൾ പോസ്റ്റേഴ്സ്. ഇതൊന്നും നമുക്ക് ജേർണലിൽ ഒട്ടിക്കാൻ പറ്റില്ല. ഇതൊക്കെ വലിയതാണ്. അപ്പോൾ നമുക്ക് ഇത് വാളിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ അടിപൊളി പർപ്പിൾ നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റംസ്. ലാസ്റ്റ് ഈ പെട്ടിയിൽ ഞാൻ എന്തോന്ന് കണ്ടു നോക്കിയപ്പോൾ വേറൊന്നുമല്ല, കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു. ഇതിനകത്ത് പ്ലെയിൻ പാറ്റേൺ പേപ്പർ ഉണ്ട്. പ്ലെയിൻ 2 ഉണ്ട് കേട്ടോ. വയലറ്റ്. പിന്നെ ഒരു ഡയമണ്ട്. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് കട്ടിയുണ്ട്. ഇങ്ങനത്തെ ഒരു ഡോട്ടഡും പിന്നെ സ്ക്വയർ. ഇത്ര ഐറ്റംസാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്തൊക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.